ഷിൻസച്ചൻ ഞങ്ങൾക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ട ഒരച്ഛനായിരുന്നു. ഞങ്ങളുടെ അയൽപക്കത്താണ്. കുടുംബമായിട്ടും എല്ലാം ഒത്തിരി ബന്ധമുള്ളൊരു കുടുംബമാണ് ഞങ്ങളെല്ലാവരും. എടൂരമ്മയുടെ മക്കൾ എന്നൊരു സമർപ്പിത വൈദിക ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. ആ ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും അതിൻ്റെ ഗ്രൂപ്പ് അഡ്മിൻ എല്ലാമായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. ഓരോരുത്തരുടെയും ബർത്ത്ഡേ കൃത്യം ഓർത്തിരിക്കുകയും അവരെ വിളിച്ച് വിഷ് ചെയ്യുകയും അതുപോലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടും എല്ലാം എല്ലാത്തിനും ഞങ്ങളുടെ ആ ഗ്രൂപ്പ് ഒന്നാക്കിയ മുതൽ എല്ലാത്തിനും ഞങ്ങൾക്ക് എപ്പോഴും ഒരു സഹായവും ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഓർക്കാൻ വയ്യ ഞങ്ങളുടെ അച്ഛനിങ്ങനെ ഇങ്ങനെയൊരു ജീവിതം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയി എന്നുള്ളത് പോലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ഈ നാടിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുമെല്ലാം എല്ലാവർക്കും ആര് കാണുന്നോ അവർക്കാർക്കും അച്ഛനെ മറക്കാൻ പറ്റാത്ത ഒരു അത്രയും നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. എന്നെ ദൈവം വിളിച്ചു, അതുകൊണ്ട് നമ്മളതെല്ലാം വിശ്വസിക്കുന്നു. അങ്ങനെ അതിലപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വൈദികരുടെ കൂട്ടത്തിൽ ഒരു മുത്തായിരുന്നു. കാരണം അത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു വൈദികനായിരുന്നു ഷിൻസച്ചൻ. അത് ഞങ്ങൾക്ക് കാണാൻ നമ്മൾ അറിഞ്ഞപ്പം മുതൽ സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ നാട് മുഴുവനും അച്ഛൻ്റെ പേരിൽ വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട അമ്മച്ചി സഹോദരങ്ങളും എങ്ങനെ സഹിക്കും? ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ പറ്റില്ല. അത്രയും ഈ നാടിൻ്റെ ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴാണേലും ഞങ്ങളുടെ കുടുംബക്കാരാണേലും എല്ലാവരും സംസാരിച്ചത് ഇതാണ്. കാരണം അത്രയും നല്ലൊരു മോനില്ല. ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടൊരു കുഞ്ഞായിരുന്നു ഷിൻസച്ചൻ. പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഷിൻസച്ചൻ എടൂർ ഇടവകയിൽ ഞങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു അച്ഛനായിരുന്നു. ഞങ്ങളുടെ തൊട്ട അയൽവാസികളാണ്. എപ്പോൾ കണ്ടാലും ഒരു ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങൾ അച്ഛനെ കണ്ടിട്ടുള്ളൂ. ആ ചിരിക്കുന്ന മുഖം കണ്ടിരിക്കുന്ന ഒരാൾ പിന്നീട് അച്ഛനെ ഒരിക്കലും മറക്കുകയില്ല. അത്രയും ആരുന്നില്ല ഈ ഇടവക, ഈ എടൂർ, ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അത്രയും പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്നുള്ള ആ മരണം ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അത്രയും എടൂർ ഇടവകയ്ക്ക്, ഞങ്ങളുടെ സമർപ്പിത കൂട്ടായ്മയ്ക്ക്, എടൂർ ഒത്തിരി ദൈവവിളിയുള്ളൊരു മേഖലയാണ്, ഇടവകയാണ്. ഞങ്ങളെല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും വിളിക്കാനും വിഷ് ചെയ്യാനും എപ്പോൾ കണ്ടാലും ഒരു ചിരിക്കുന്ന മനസ്സോടെ, ചിരിക്കുന്ന ഫേസോടെ ഞങ്ങളുടെ എല്ലാവരെയും എന്താ പറയുക, അടുത്ത് വരിക, ഞങ്ങളെല്ലാവരെയും വിളിച്ചു വേണ്ട ഒരു പേഴ്സണൽ ബന്ധം ഞങ്ങളായിട്ട് എല്ലാവരുമായിട്ടും ഉണ്ടായിരുന്നു അച്ഛന്. പെട്ടെന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് 2 പേരാണ് ഒരേപോലെ പോയത്. ഞങ്ങൾ വീടെല്ലാം തൊട്ടടുത്ത് അടുപ്പുകല്ല് പോലെ കിടക്കുന്ന വീടുകളാണ്. പെട്ടെന്നുള്ള 2 പേര് പെട്ടെന്ന് അങ്ങ് പോയത് ഞങ്ങൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്.